ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഷീബ ടെസി. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അരിയും ഉഴുന്നും ഒന്നും അരച്ച് വയ്ക്കാത്ത ദിവസങ്ങളുണ്ടാവുമല്ലോ ചിലപ്പോഴൊക്കെ. അത്തരം ദിവസങ്ങളിൽ രാവിലെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഗോതമ്പ് ദോശയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട, അധികം സമയം ഇത് തയ്യാറാക്കാനായിട്ട് ആവശ്യമില്ല. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ റെസിപ്പിയിലേക്ക് പോയാലോ. ആദ്യം ഞാനൊരു മിക്സിയുടെ ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1/2 കപ്പ് റവയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ റവ പൊടിച്ച് ചേർക്കുമ്പോഴാണ് ആ ഗോതമ്പ് ദോശയ്ക്ക് നല്ല ക്രിസ്പിനെസ് കിട്ടും. നല്ല മുരുമുരാന്നുള്ള ഗോതമ്പ് ദോശ തയ്യാറാക്കിയെടുക്കാൻ സാധിക്കും. അപ്പോൾ റവ ഞാൻ പൊടിച്ചിട്ട് ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. 240 ml കപ്പിൽ 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി, വറുത്ത അരിപ്പൊടി ഉണ്ടല്ലോ, പത്തിരിക്കും ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന അരിപ്പൊടി, അത് 1 ടേബിൾ സ്പൂണാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് കുഴച്ചെടുക്കാം. അപ്പോൾ ആദ്യം ഞാൻ ആ 240 ml കപ്പിൽ 1 കപ്പ് വെള്ളം എടുത്തിട്ട് ഏകദേശം ഒരു 1/4 ഭാഗം ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ട് വിസ്ക് ഉപയോഗിച്ചിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പക്ഷേ 1 കപ്പ് വെള്ളം തികയത്തില്ല അത് കലക്കിയെടുക്കാൻ. അപ്പോൾ ബാക്കിയുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഒരു 1/2 കപ്പ് വെള്ളം കൂടെ എടുത്തിട്ട് അതിൽ നിന്നും അതിൻ്റെ ഒരു 1/4 ഭാഗം കൂടെ ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ഒരു 1/4 കപ്പിൽ കൂടുതൽ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ പൊടിക്കും ഇതേ വെള്ളത്തിൻ്റെ അളവ് ആകാൻ സാധ്യതയില്ല കേട്ടോ. അപ്പോൾ ശ്രദ്ധിച്ച് വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ. ദോശമാവിൻ്റെ പരുവത്തിലാണ് വേണ്ടത്. ഇനി പുളിക്കായിട്ട് ഞാൻ ഒരു 1/4 കപ്പ് അധികം പുളിയില്ലാത്ത തൈരാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 1/4 കപ്പ് മാത്രമേ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. ഇനി തൈര് ഒഴിച്ച് കഴിഞ്ഞാൽ വിസ്ക് വെച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. എന്നാലും ചെറിയ കട്ടകൾ അതിൽ കാണും, ഗോതമ്പ് പൊടി ആയതുകൊണ്ട്. അപ്പോൾ അത് നമുക്ക് മിക്സിയിലിട്ടൊന്ന് 2 പ്രാവശ്യം ഒന്ന് കറക്കി എടുക്കുന്നതാണ് നല്ലത്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് പാകത്തിലുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ മിക്സിയിൽ കറക്കിയ ശേഷം ഇതുപോലെ ഞാൻ ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനിയും കട്ടി കൂടുതലായിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ വെള്ളം ചേർത്ത് കൊടുത്ത് നല്ല ദോശയുടെ അതേ പരുവത്തിന് ആ മാവിൻ്റെ തിക്നെസ് നിങ്ങൾക്ക് ശരിയാക്കിയെടുക്കാം. ഇനി നമുക്കൊരു 5 മിനിറ്റ് നേരം ഒന്ന് മൂടി വെച്ചാൽ മതി. ഇപ്പോൾ സമയം 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് തുറന്നിട്ട് എടുത്തിട്ടുണ്ട്. ദോശമാവിൻ്റെ അതേ കൺസിസ്റ്റൻസിയിലാണ് ഞാനിവിടെ മാവ് തയ്യാറാക്കിയിട്ടുള്ളത്. വല്ലാതെ തിക്കാകാൻ പാടില്ല കേട്ടോ, അപ്പോൾ പരത്താൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും. ഇനി ഉണ്ടാക്കുന്നതിന് തൊട്ട് മുമ്പ് ഒരു നുള്ള് സോഡാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. സോഡാപ്പൊടി ഇട്ട് കൊടുത്ത് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ദോശത്തവ നന്നായിട്ട് ചൂടായ ശേഷം ആ ചൂടൊന്ന് ക്രമീകരിക്കാം. അത് മീഡിയത്തിലും താഴോട്ടാക്കി വെച്ചിട്ട് നമുക്ക് ദോശമാവ് കോരി ഒഴിച്ചു കൊടുക്കാം. വളരെ സ്ലോ ആയിട്ടൊന്ന് പരത്തി കൊടുക്കുക. ഒരു ഭാഗം മൊരിഞ്ഞ് വരുമ്പോൾ കുറച്ച് നെയ്യോ അല്ലെങ്കിൽ ഓയിലോ ഒന്ന് താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് മറിച്ചിട്ട് കൊടുത്താൽ 2 വശവും പെട്ടെന്ന് തന്നെ നമുക്ക് മൊരിഞ്ഞ് കിട്ടും. നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല കനം കുറഞ്ഞ ദോശ ഇതുപോലെ ചെയ്താൽ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ഇത് നമുക്ക് ചട്നിയുടെയോ അല്ലെങ്കിൽ സാമ്പാറിൻ്റെയോ കൂടെ കഴിക്കാൻ വളരെ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇത് ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ദോശ തവയിൽ മാവ് കോരി ഒഴിക്കുമ്പോൾ അതിൻ്റെ ചൂട് നന്നായിട്ട് ക്രമീകരിക്കണം. കൂടുതൽ ചൂടുണ്ടാകാൻ പാടില്ല. മീഡിയത്തിലും താഴെയാക്കിയിട്ട് ചൂട് ക്രമീകരിച്ചിട്ട് വേണം മാവ് കോരി ഒഴിച്ചിട്ട് കനം കുറച്ച് പരത്തിയെടുക്കാൻ. അപ്പോൾ ഞാനിവിടെ ദോശമാവ് ഉപയോഗിച്ചിട്ട് ദോശയെല്ലാം ചുട്ടെടുത്തിട്ടുണ്ട്. നല്ല കനം കുറഞ്ഞ നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശയാണ് എനിക്കിവിടെ കിട്ടിയിട്ടുള്ളത്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടല്ലോ. അപ്പോൾ എൻ്റെ റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോവില്ലല്ലോ. കൂടാതെ പുതിയ ഫ്രണ്ട്സ് ആരെങ്കിലും ഇന്ന് എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സൊക്കെ എന്നെ കമൻസിലൂടെ അറിയിക്കാനൊന്ന് ശ്രമിക്കാം. അപ്പോൾ പുതിയ റെസിപ്പിയായിട്ട് ഇനി വരുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്.